ഈ ഫോറസ്റ്റിനകത്ത് ഇച്ചിരി വിഷയമുള്ള ആനിമൽസ് എന്ന് പറയുന്നത് ആനയും കരടിയുമാണ്. ലെപ്പേഡോ കടുവയോ അവരെല്ലാം ഷൈ ടൈപ്പാണ്. കാറ്റ് ഫാമിലി ആയതുകൊണ്ട് അവർ ഷൈ ടൈപ്പാണ്. ഹ്യൂമൻസിൽ നിന്ന് എപ്പോഴും അവോയ്ഡ് ചെയ്ത് നിൽക്കത്തുള്ളൂ. പക്ഷേ കരടി അങ്ങനെയല്ല. കരടി നമ്മൾ ഡയറക്റ്റ് ഓപ്പോസിറ്റിലൊക്കെ കാണുവാണെങ്കിൽ അവൻ കയറി അറ്റാക്ക് ചെയ്യും. നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ രാത്രി സമയമൊക്കെ ആകും, പിന്നെ അനിമൽസ് ഇറങ്ങും. നമ്മളാരും റെസ്ക്യൂ ചെയ്യാനോ അങ്ങനെ ആരും വന്നെന്നിരിക്കത്തില്ല. പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഞാൻ പോകുന്നത്. സാധാരണ രീതിയിൽ KSRTC യാത്ര ഒരുപാട് പേര് ഈ വഴി പോകുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം വണ്ടി തന്നെ പോയിട്ട് അവിടെ ഒരു ദിവസം താമസിച്ച് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 3 മണിക്കൂർ ട്രക്കിംഗ് ഒക്കെ പോയി, വേറൊരു ബോട്ടിങ്ങും ചെയ്ത് 2 മണിക്കൂറിൻ്റെ ഒരു സഫാരിയും പോയി. അങ്ങനെ ഒരു ദിവസം ഗവിയിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്താണെന്നും എക്സ്പീരിയൻസ് എന്താണെന്നും അങ്ങനെ പറയുന്ന എല്ലാം ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ കുറേ പേര് സംശയം ചോദിക്കാറുണ്ട്, ഗവിയിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽസ് ഉണ്ടോ, നമ്മുടെ സ്വന്തം വാഹനത്തിൽ എങ്ങനെ പോകാൻ പറ്റും, അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ KFDC എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് ആ ഫസ്റ്റ് കാണുന്ന മെയിൻ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇതിനകത്ത് നമ്മളുടെ സെലക്ട് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഭാഗത്ത് ഗവി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഈ സ്റ്റേ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗവിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റേ ഓപ്ഷൻസ് ഇതിനകത്ത് കാണിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഏതൊക്കെയാണെന്നും എത്ര കോട്ടേജ് ആ ദിവസം അവൈലബിൾ ആണെന്നും അങ്ങനെ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ കാണിക്കും. ഇവിടെ കുറച്ചധികം കോട്ടേജിൻ്റെ കാറ്റഗറീസ് ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള റേറ്റുകൾ നമുക്ക് റൈറ്റ് സൈഡ് നോക്കി കാണാം. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു സ്റ്റേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു PDF നമ്മുടെ മെയിലിലേക്ക് ചെയ്തു തരും. ആ PDF നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇതോടെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഗവിയിലേക്ക് നമ്മൾക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ചെക്ക് പോസ്റ്റുകളാണ് മൊത്തം ഉള്ളത്. അതിൽ ഒന്ന് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന ആങ്ങമൂഴി ചെക്ക് പോസ്റ്റും രണ്ടാമത് വണ്ടിപ്പെരിയാർ എന്ന് നടന്നു വരുന്ന വള്ളക്കടവ് ചെക്ക് പോസ്റ്റും. ഇതിൽ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് വഴി വരാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓൺലൈനിൽ മുൻകൂട്ടി വണ്ടിയുടെ നമ്പറൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വരേണ്ട പ്രോസസ്സ് ഉള്ളത്. അതല്ല വണ്ടിപ്പെരിയാർ വഴി നേരെ നമ്മൾ വള്ളക്കടവ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്റ്റേ ചെയ്ത PDF മാത്രം മതി, നമുക്ക് ഈ വഴി സിമ്പിളായിട്ട് കയറിപ്പോരാം. അപ്പം ഞാനിവിടെ തിരഞ്ഞെടുത്തത് വണ്ടിപ്പെരിയാർ വഴി നേരെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ഗവിയിലേക്ക് പോകുന്ന ആ റൂട്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ട് ആ PDF ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുമെങ്കിലും കൂടെ അതിന് ഒരു 1/2 കിലോമീറ്റർ മുമ്പായിട്ട് ഇതേപോലെ ഗവി എക്കോ ടൂറിസം ഇൻഫോർമേഷൻ ബുക്കിംഗ് ഓഫീസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു സ്ലിപ്പ് വാങ്ങിയിട്ട് വേണം നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ ഈ ഓഫീസിലേക്ക് വന്ന് കളക്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ചെക്ക് പോസ്റ്റിലേക്ക് പോകേണ്ട ഒരു പ്രോസസ്സ് നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെ കളക്ട് ചെയ്ത സ്ലിപ്പായിട്ട് നമ്മളിവിടെ വന്ന് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ചാർജ് ആയിട്ടുള്ള 250 രൂപ നമ്മളൊരു വണ്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കൂടാതെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ചാർജ് സെപ്പറേറ്റ് അവിടെ അടച്ചതിന് ശേഷം നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി തരും. അങ്ങനെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ രീതിയിലുള്ള വഴികളായിരിക്കും പിന്നീട് അങ്ങോട്ട് മൊത്തം കിട്ടുന്നത്. ഇനി 18 കിലോമീറ്ററോളം ഈ കാടിൻ്റെ നടുവിൽ കൂടെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഗവിയിലേക്ക് എത്താൻ. പത്തനംതിട്ട വഴി ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 55 കിലോമീറ്ററായിരിക്കും ഇതുപോലത്തെ ഫോറസ്റ്റ് റൂട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഗവിയിലേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് ഈ റൂട്ടിനേക്കാൾ നല്ലത് അത് തന്നെയായിരിക്കും. പക്ഷേ ഒരു ദിവസം 30 വണ്ടി മാത്രമേ കടത്തി വിടുന്നുള്ളതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി എപ്പോഴും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ റൂട്ട് ചൂസ് ചെയ്യേണ്ടി വന്നത്. ഈ റൂട്ടും ഒട്ടും മോശം എന്ന് പറയാനില്ല, കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അതാണ് ബെറ്റർ എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം അത്യാവശ്യം ആനിമൽ പ്രസൻസ് ഉള്ള റൂട്ടും കൂടിയാണിത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ആനപ്പിണ്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം കൂടെ നമുക്ക് വേണം. അപ്പോൾ ഈ ഗവി എന്ന് പറയുന്ന സ്ഥലം അവിടെ ചെന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ പോയിൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉള്ള സ്ഥലമൊന്നുമല്ല. നമ്മൾ പോകുന്ന ആ വഴി മാക്സിമം എൻജോയ് ചെയ്ത് ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു വൈബ് ഏറ്റവും ബെസ്റ്റായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുക. അതാണ് ഗവി റൂട്ടിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ജൂൺ മാസത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്തുള്ള ഗവി ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗിയായിരിക്കും ഇനി കാണാൻ പോകുന്നത്.
അപ്പോൾ ഇത്ര നേരം ആ വരുന്ന റൂട്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കുറച്ചധികം ലെങ്ത്തിലാണ് ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ആ വരുന്ന റൂട്ട് നിങ്ങൾക്കും കൂടിയും ചെറിയൊരു എക്സ്പീരിയൻസ് തന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അധികം കട്ട് ചെയ്യാതെ കുറച്ച് ലെങ്ത്തിൽ തന്നെ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ക്യാൻവാസ് കോട്ടേജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. 11,800 3 പേർക്ക് ഇൻക്ലൂഡിങ് ടാക്സ് ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന റേറ്റ്. ഇതിനകത്ത് ഇൻക്ലൂഷനായിട്ട് വരുന്നത് നമുക്ക് ലഞ്ച്, ഈവനിങ് ടീ ആൻഡ് സ്നാക്സ്, ഡിന്നർ, ക്യാമ്പ് ഫയർ, പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ പിറ്റേ ദിവസത്തെ ട്രക്കിങ്, ഒരു ബസ് സഫാരി, ബോട്ടിങ്, അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഇൻക്ലൂഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫോറസ്റ്റ് റൂട്ട് എക്സ്പീരിയൻസ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു ഓപ്പൺ ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നല്ലോണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആനിമൽസ് സ്പോട്ടിങ്ങിലൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇടത്ത സൈഡിലെ ആ മരം കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി കൂടെ പോയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എത്തുന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഓഫീസിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ഗവിയാർ ഡാമിൻ്റെ ആ ഒരു മോളിൽ കൂടെ യാത്ര ചെയ്ത് നമ്മൾ നേരെ ഇവിടുത്തെ ആ ഒരു റിസപ്ഷൻ ഓഫീസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ തൊട്ട് താഴെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസും സിഗ്നേച്ചറൊക്കെ വിട്ടതിന് ശേഷം നമുക്ക് ഒരു റൂം അലോക്കേറ്റ് ചെയ്ത് തരും. നമ്മുടെ ചെക്ക് ഇൻ മുതൽ ചെക്ക് ഔട്ട് വരെ നമ്മളുടെ കൂടെ എല്ലാ അസിസ്റ്റൻറ്റും കൂടെ ഉണ്ടാവുന്ന ഒരു ഗൈഡിനെയും കൂടെ നമുക്ക് ഇതിനോട് കൂടെ തന്നെ ഇവർ അസൈൻ ചെയ്ത് തരും. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം 2:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഫസ്റ്റ് ദിവസത്തെ ലഞ്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ പാക്കേജിലുള്ളതാണ്. ഒന്നുമില്ല നമുക്ക് ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ സെക്കൻഡ് ദിവസത്തെ ലഞ്ച് അങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസത്തെ ഓൺ അറൈവലിൽ തന്നെ ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ ആ റിസപ്ഷൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഡാമിൻ്റെ സൈഡിലാണ് എത്തുക. ഈ ഡാമിൻ്റെ സൈഡിൽ ഒരുപാട് നല്ല വ്യൂ കുറച്ച് നേരം കണ്ടുകൊണ്ട് തന്നെ നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ബൊഫേ സിസ്റ്റത്തിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ലഞ്ച് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഫോറസ്റ്റ് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫുഡിൻ്റെ അവൈലബിലിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല ടേസ്റ്റും അടിപൊളിയാണ്. അങ്ങനെ സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു. ഇനി 4 മണിക്കാണ് നമ്മളുടെ ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 1 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മളുടെ കോട്ടേജിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ ഡാമിൻ്റെ ആ മുകളിൽ കൂടെ തന്നെ വീണ്ടും തിരിച്ചു പോയിട്ടാണ് നമ്മളുടെ ആ സ്റ്റേയുടെ ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് തൽക്കാലം വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആ കാണുന്ന ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മളുടെ സ്റ്റേയുടെ ആ ഒരു പരിസരത്തുന്നത്. പക്ഷേ വന്നപ്പോഴേക്കും നല്ല രീതിയിൽ ഫോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ഫ്രെയിമും വേറൊരു രീതിയിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇതുപോലത്തെ മരവും പിന്നെ അതിൻ്റെ സൈഡിലേക്ക് നടക്കാവുന്ന കുറച്ച് സ്പോട്ടും ആ ഡാമിലേക്കുള്ള വ്യൂ പോയിൻ്റൊക്കെ പോകുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കയറി ഇരുന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്. നമ്മൾ ബുക്ക് ചെയ്ത ക്യാൻവാസ് ടെൻറ്റ് ഈ രൂപത്തിലേക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ 4 പേർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു റൂം തന്നെയാണിത്. ടെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ടെൻ്റാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനത്തെ ഒന്നുമല്ല, അത്യാവശ്യം സൗകര്യമുള്ള ടെൻ്റാണ്. ഈവൻ വാഷ്റൂം ആയിരുന്നു നല്ല നീറ്റാണ്. ഇനി ചൂടുവെള്ളം വേണ്ടവർക്ക് ഫുൾ ടൈം ഹീറ്ററിൻ്റെ ഫെസിലിറ്റി നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ടെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതുപോലത്തെ വലിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് കുറേ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്റ്റേ ഓപ്ഷൻസിൽ നമുക്ക് കിട്ടാവുന്ന മറ്റൊരു കാറ്റഗറിയാണ് ലോഗ് ഹൗസ് എന്ന് പറഞ്ഞ കാറ്റഗറി. അതെല്ലാം നമ്മൾ ടെൻറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കാണാനും പറ്റും.
അങ്ങനെ സമയം ഒരു 4 മണി ആയപ്പോഴേക്കും ഞാൻ പതുക്കെ നമ്മുടെ കോട്ടേജിൽ നിന്ന് ഇറങ്ങി. കാരണം 4 മണിക്ക് നമ്മളുടെ ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നേരെ റിസപ്ഷൻ സെൻറ്ററിലേക്കാണ് നമ്മൾ വീണ്ടും എത്തിച്ചേരേണ്ടത്. അതായത് നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ആ സ്ഥലം, അവിടേക്കാണ് നമ്മളിപ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും നമ്മളുടെ റിസപ്ഷൻ സെൻറ്ററും തമ്മിൽ വെറും ഒരു 200-250 മീറ്റർ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ഡാമിൻ്റെ പരിസരം ഫോഗ് കൊണ്ട് മൊത്തം മൂടിയോണ്ട് തന്നെ വേറൊരു രീതിയിലുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് ഇപ്പോൾ കിട്ടിയത്. 4 മണിക്ക് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ പരിസരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് നമുക്കിവിടെ കിട്ടും. സ്നാക്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റും കുക്കീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷപ്പായി നമുക്ക് ഒരു 4:30 നമ്മൾക്ക് ആ ഒരു ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബസ്സിനകത്ത് നമുക്ക് 2.5 മണിക്കൂറിൻ്റെ ഒരു സഫാരിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളുടെ സ്റ്റേ പാക്കേജിൽ ഇൻക്ലൂഷനിലാണ്. ഇതിനൊന്നും സെപ്പറേറ്റ് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടില്ല. ഈ ജംഗിൾ സഫാരി നമുക്ക് 20 കിലോമീറ്ററാണ് വൺ സൈഡ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ 40 കിലോമീറ്ററിൻ്റെ ഒരു സഫാരി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് കൊണ്ടുപോകുന്നത് വേറെ ഓഫ് റോഡ് ഒന്നുമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് ഗവിയിൽ നിന്ന് ആങ്ങമൂഴി പോകുമ്പോൾ കിട്ടുന്ന റൂട്ട് എന്താണോ അതിൻ്റെ പകുതിയോളം നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആ ഒരു സ്കീമാണ് നമുക്ക് ഈ ഒരു ജംഗിൾ സഫാരിയിൽ കിട്ടുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഒരു റൂട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ആങ്ങമൂഴിയിൽ നിന്ന് ഗവിയിലേക്ക് 55 കിലോമീറ്റർ ആ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഗവിയുടെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാന്നുള്ളത്. നമ്മൾ വന്ന റൂട്ടിനേക്കാളും ബെറ്റർ അതാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബസ് പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. അതായത് ആങ്ങമൂഴി എത്തുന്നില്ലെങ്കിലും കൂടെ ഒരു 20 കിലോമീറ്ററോളെങ്കിലും നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ജനവാസ മേഖലയാണ്. പക്ഷെ ആ ലൊക്കേഷൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നി. സ്റ്റക്കായി നിൽക്കുന്ന ഒരു കൂട്ടം വൈൽഡ് ബോറിനാണ് ആദ്യം കണ്ടത്. വണ്ടി കണ്ടതും ഒറ്റ സ്റ്റക്കാവലായിരുന്നു. അതിനുശേഷം പുറകിൽ നിന്ന് ഒരുത്തം നടന്നതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ആ യാത്ര വീണ്ടും തുടരുകയാണ് ചെയ്തത്. ജനവാസ മേഖലയൊക്കെ പിന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്യുവർ ഫോറസ്റ്റിലേക്ക് തന്നെയുള്ള യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ ആ കാടുകളൊക്കെ പയ്യെ പയ്യെ തിക്കായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ജംഗിൾ സഫാരിയിൽ നമ്മൾ ആനിമൽ സൈറ്റിങ്സിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരിക. അതിൻ്റെ കൂടെ ആനിമൽ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ബോണസ്, അത് മാത്രം പ്രതീക്ഷിച്ച് ഇതിനകത്ത് കയറുക. ചക്ക തിന്നുകൊണ്ടിരിക്കുന്ന നീൽഗിരി ലങ്കൂറിൻ്റെ സൈറ്റിങ്സ് ആണ് പിന്നീട് കിട്ടിയത്. ഇത്രയും നേരം ഭയങ്കര തിക്കായി നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ആംബിയൻസ് വിട്ടിട്ട് നമുക്ക് പിന്നീട് കിട്ടുന്നത് ഇതുപോലൊരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ആനിമൽ സൈറ്റിങ്സ്, ആനയോ കാട്ടുപോത്തോ മ്ലാവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സൈറ്റിങ്സ് കിട്ടുന്ന ഒരു ഏരിയയാണ്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അധികം ആനിമൽ സൈറ്റിങ്സ് നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പും ആ ഒരു ഫോറസ്റ്റും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. രണ്ട് സാമ്പാർ ഡിയറിൻ്റെ സ്പോട്ടിംഗ് ആണ് പിന്നീട് കിട്ടിയത്. പക്ഷേ ഫോഗ് ഉള്ളത് കൊണ്ടും ഒരുപാട് ദൂരത്തായതുകൊണ്ടും പ്രോപ്പറായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഈ ഫോഗ് കാടിൻ്റെ ഉള്ളിക്കാണ്ട് ഇറങ്ങുമ്പോൾ കാടിൻ്റെ ആ ഒരു ആംബിയൻസ് മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നുണ്ട്.
20 കിലോമീറ്ററോളം നമ്മൾ വന്നതിന് ശേഷം ബസ് ഇവിടുന്ന് തിരിക്കും. പിന്നെ വീണ്ടും വന്ന വഴി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് വേറെ സൈറ്റിങ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് വിഷ്വലിൽ റിപ്പീറ്റേഷനും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ പോകുന്ന വഴി വീണ്ടും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. 7:30 ആയപ്പോഴേക്കും നമ്മൾ ആ റിസപ്ഷൻ സെൻറ്ററിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ബസ് അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ 8 മണിയോട് നമുക്ക് ഡിന്നർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡിന്നറിന് നമുക്ക് ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ കറി, ചിക്കൻ കറി, പിന്നെ സാലഡ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസാണ് നമുക്ക് ഡിന്നറിന് ഇവിടെ കിട്ടുന്നത്. ഫുഡ് ക്വാളിറ്റിക്ക് എടുത്ത് പറഞ്ഞ തന്നെയാണ്. കാരണം ഒരു ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത രീതിയിലാണ് നമുക്കിവിടെ ഫുഡ് ഇവർ സെർവ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ വന്നിരുന്ന് നമുക്ക് കുറച്ചേരം അവിടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റും. സമയം രാവിലെ 6 മണി. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളുടെ കോട്ടേജിൻ്റെ ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളാണ് ആ കേട്ടത്. അപ്പോൾ ഞാനിന്ന് രാവിലെ 7 മണിക്കാണ് ട്രക്കിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈഡ് പറഞ്ഞത് 7 മണിയൊക്കെ ആകുമ്പോഴേക്കും റിസപ്ഷൻ ഏരിയയിലേക്ക് തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 3 മണിക്കൂറാണ് നമുക്ക് ട്രക്കിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇനി 1 മണിക്കൂറിൻ്റെത് മതിയെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻസ് വേറെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ സമയം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ആ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അങ്ങനെ കോട്ടേജിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ദേ വരുന്നൊരു KSRTC. അത് നമ്മളുടെ കുമളിയിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ബസ്സാണത്. അങ്ങനെ രാവിലെ തന്നെ ഈ റൂട്ടിൽ കൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്രഷ്നെസ് ആയിരുന്നു. പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യം, നമ്മൾ ഇന്നലെ രാത്രി ഡിന്നർ കഴിഞ്ഞ് പോരുമ്പോൾ തന്നെ നമ്മളുടെ വണ്ടി ഇതുപോലത്തെ ഫെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയിൽ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടി റോഡ് സൈഡിലിട്ട് പോകുന്നത് അത്രക്കാണ് സേഫ് അല്ല എന്നാണ് നമ്മളുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഡിന്നർ കഴിഞ്ഞ് ഏകദേശം ഒരു 9:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മളുടെ റൂം വരെ നമ്മളുടെ ഗൈഡ് കൂടെ ടോർച്ചൊക്കെ ആയിട്ട് വന്ന് നമ്മൾ സേഫാക്കി ഉള്ളിൽ കയറ്റിയതിന് ശേഷം മാത്രമാണ് അവർ തിരിച്ചു പോകുന്നത്. ശരിക്കും ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ ചുരുങ്ങിയതൊരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യമെങ്കിലും നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രക്കിംഗ് തുടങ്ങാനൊക്കെ മുമ്പ് നമുക്കൊരു കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രക്കിംഗ് തുടങ്ങുന്നത് നമ്മളുടെ ഈ കാണുന്ന മെയിൻ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ നമ്മളിതുപോലത്തെ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്തും നമുക്ക് ഒരുപാട് റൂംസ് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സായിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ ഓപ്ഷൻ ബെസ്റ്റായിട്ട് വരുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ നമുക്കൊരു ചെറിയ മ്യൂസിയം കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആനയുടെ ഒരു മുഴുവൻ അസ്ഥികൂടം ആദ്യം കാണാൻ പറ്റും. ആ കൊമ്പ് മാത്രമാണ് ആർട്ടിഫിഷ്യൽ, ബാക്കിയെല്ലാം അതിൻ്റെ ഒറിജിനൽ തന്നെയാണ്. പിന്നെ കേടാവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പോളിഷിങ് നടത്തിയിട്ടുണ്ടെന്നുള്ളൂ. ആനയുടെ മാത്രമല്ല, കാട്ടുപോത്തിൻ്റെയും മ്ലാവിൻ്റെയും എല്ലാത്തിൻ്റെയും കൊമ്പും തലോട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തു നിന്നാണ് നമുക്ക് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണൊക്കെ മുമ്പ് ലീച്ച് സോക്സ് ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അട്ടയിൽ നിന്ന് നമുക്കൊരു പരിധി വരെ രക്ഷ നേടാൻ പറ്റും. ഒരു കോട്ടേജിന് ഒരു ഗൈഡ് എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക, വേറെ ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ സൈലൻ്റായിട്ട് നമുക്ക് ഈ കാട് കയറാൻ പറ്റും. അപ്പോൾ വേറെ മ്യൂസിക്കൊന്നും ഇല്ലാതെ കാടിൻ്റെ സൈലൻസും അവിടുത്തെ ശബ്ദങ്ങളും ലൈവായിട്ട് കേൾക്കുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ ഈ ഒരു ട്രക്കിംഗ് വീഡിയോ ഞാനിവിടെ കാണിക്കുന്നത്.
ഇതാണ് ചോരക്കാളി എന്ന് പറഞ്ഞ മരം. ഇതുമ്മലാണ് ടൈഗർ വന്ന് മാന്തിയിട്ട് അതിൻ്റെ നഖം സ്ട്രെങ്തൻ ചെയ്യുന്നത്. കൂടാതെ ടെറിട്ടറി മാർക്കിങ്ങും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഈ ഫോറസ്റ്റിനകത്ത് ഇച്ചിരി വിഷയമുള്ള ആനിമൽസ് എന്ന് പറയുന്നത് ആനയും കരടിയുമാണ്. ലെപ്പേഡോ കടുവയോ അവരെല്ലാം ഷൈ ടൈപ്പാണ്. കാറ്റ് ഫാമിലി ആയതുകൊണ്ട് അവർ ഷൈ ടൈപ്പാണ്. ഹ്യൂമൻസിൽ നിന്ന് എപ്പോഴും അവയുടെ നിൽക്കത്തുള്ളൂ. പക്ഷേ കരടി അങ്ങനെയല്ല. കരടി നമ്മൾ ഡയറക്റ്റ് ഓപ്പോസിറ്റിലൊക്കെ കാണുവാണെങ്കിൽ അവൻ കയറി അറ്റാക്ക് ചെയ്യും. കാരണം അവൻ ഓർക്കുന്നത് നമ്മൾ നേരെ നടക്കുമ്പോൾ അവൻ ഓർക്കുന്നത് നമ്മുടെ കൂടെ ഫൈറ്റിൽ നിൽക്കുമെന്ന് ഓർത്തിട്ട് ആ തോട്ടിലായിരിക്കും നമ്മളവന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഒടുവിൽ നമ്മളിതാ ഇതേപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയിലെത്തും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുടെ ശ്രീകോവിലും എല്ലാം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വന്നപ്പോൾ നല്ല രീതിയിൽ ഫോഗ് താഴെ ഇറങ്ങിക്കൊടുക്കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒന്നും വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് മലബാർ ഗ്രേ ഹോൺബിലിൻ്റെ ഒരു നല്ല കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമുക്കിവിടെ കുറേ ടൈപ്പ് വൈപ്പർ ഫാമിലീസ് ഉണ്ട്. വൈപ്പറിൻ്റെ ഫാമിലിപ്പെട്ട കുറേ സ്നേക്സ് ഉണ്ട് ഇതിനകത്ത്. അതിൽ പിറ്റ് വൈപ്പർ, അങ്ങനെ കുറേ വൈപ്പറുണ്ട്. ഇവരെല്ലാം ചെടിയിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കും. നമ്മൾ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ ബുഷസ് നമ്മൾ കാണില്ല. പിറ്റ് വൈപ്പർ എന്ന് പറയുമ്പോൾ അറിയില്ല, നമ്മുടെ നോർമൽ ഗ്രീൻ സ്നേക്ക് അല്ല, നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ കാണുന്നതല്ല. ഇത് പോയിസൺ ഉള്ളതാണ്. വൈപ്പറിൻ്റെ ഫാമിലിപ്പെട്ടവനാണ്. പെട്ടെന്ന് ബൈറ്റ് ചെയ്യും. 360 ആംഗിളിൽ ഏത് ആംഗിൾ വേണമെങ്കിലും ഇവർക്ക് ബൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ട്രക്ക് പാത്തിലെല്ലാം കുറേ തവളകളെല്ലാം കാണും. ഇവർ തവളയെ പിടിച്ച് കഴിച്ചതിന് ശേഷം ചെറിയ ചെറിയ ബുഷസിൽ 2-3 ദിവസം റെസ്റ്റ് എടുക്കും. അതിലാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. അത് ട്രക്ക് ചെയ്ത് പോകുമ്പോഴായിരിക്കും കൂടുതലും ബൈറ്റ് കിട്ടാൻ ചാൻസ്. അപ്പം ട്രക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെടികളൊക്കെ ഒന്നും തൊടാതെ സൂക്ഷിച്ച് നടക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഒടുവിൽ നമ്മളിതാ ഈ കാണുന്ന ഒരു വില്ലേജിൻ്റെ ബാക്ക് സൈഡിലെത്തുന്നതോടെ നമ്മൾ ട്രക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ വില്ലേജിൽ പോലും ആന ഇറങ്ങാറുണ്ടെന്നാണ് പറയണത്. പക്ഷേ എന്തോ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാവാം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു 3 മണിക്കൂറിൻ്റെ ട്രക്കിങ്ങിൽ നമുക്ക് കാര്യപ്പെട്ടുള്ള ആനിമൽ സൈറ്റിങ്സ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു തിക്ക് ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള ആ ഒരു 3 മണിക്കൂറിൻ്റെ ആ ഒരു ട്രക്കിങ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഒടുവിൽ നമ്മളിതാ ഇതേപോലത്തെ ടാറിട്ട് റോട്ടിൽ കൂടെ എത്തും. ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 100-150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചെത്തും. അടുത്തായിട്ട് നമുക്ക് വരുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആണ്. അത് ഇവിടുത്തെ ഒരു വാട്ടർഫോളിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടിംഗ് ആണ്. അപ്പോൾ ആ ബോട്ടിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ബോട്ടിങ്ങിനോട് കയറാം. ഈ ബോട്ട് റൈഡിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗി ഒന്ന് കണ്ടു നോക്കട്ടോ. ഒരു പ്രത്യേക ഭംഗി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് നീർവീഴ്ച വെള്ളച്ചാട്ടം. ഇവിടെ നമുക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് കരുതി പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആ ഒരു മൂമെൻറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും.
ഇത്രയും ഭംഗിയുള്ള ആ കാടിൻ്റെ ഭംഗി സമ്മാനിച്ച ആ ഒരു ബോട്ടിങ്ങോട് കൂടെ നമ്മൾക്ക് ഇവിടുത്തെ ആ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് നമ്മൾ വണ്ടിപ്പെരിയാർ ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ വണ്ടിയെടുത്ത് പോകേണ്ടത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, നമുക്ക് തിരിച്ച് ആങ്ങമൂഴിയിലേക്ക് പോകാൻ പറ്റുമെന്ന്. നമുക്കൊരു കാരണവശാലും ചെക്കൗട്ട് ആങ്ങമൂഴിയിലേക്ക് പോകാൻ പറ്റില്ല. എപ്പോഴും ചെക്ക് ഇൻ ചെയ്യാനേ പറ്റുള്ളൂ, അത് മുൻകൂട്ടി പാസ് എടുത്തതിന് ശേഷം മാത്രം. ഇനി നിങ്ങൾക്ക് എങ്ങനെ പോയിട്ടും എൻട്രി പാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഗൈഡിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ അതിന് വേണ്ടുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വന്ന വഴി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് തിരിച്ചും എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചെന്ന ഈ ഒരു ഗവി ഫോറസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. കാര്യപ്പെട്ട ആനിമൽ സൈറ്റിങ്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കൂടെ ഗവി ഫോറസ്റ്റ് തന്ന കാഴ്ചകളുടെ ഭംഗിയും ഈ ഒരു മൺസൂൺ സമയത്തുണ്ടായ ആ ഒരു എക്സ്പീരിയൻസും പറഞ്ഞറിയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇനിയും പോയിട്ടില്ലാത്തവർ ഈ ഒരു മൺസൂൺ കാലം ഗവി ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എന്തായാലും പോയിരിക്കണം എന്നാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യണത്. അടുത്തൊരു വ്ളോഗായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.